വെൽക്കം ടു മൈ ചാനൽ ഐഷൂട്ട് ഫോട്ടോഗ്രാഫി. നമുക്കറിയാം, നമ്മൾ ഒരുപാട് പേര് യൂട്യൂബിലും ഒക്കെ ആയിട്ട് വ്ളോഗ് ചെയ്യുന്നവരാണ്. ഈ വ്ളോഗ് ചെയ്യുന്നവർ തന്നെ ഒരു 95% ആളുകളും മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ മൊബൈൽ ഫോൺ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഗിംബൽ ഇല്ലാതെ കഴിഞ്ഞാൽ, ഗിംബൽ ഇല്ലാതെയാണ് നമ്മൾ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു സ്മൂത്ത് ആയിട്ടുള്ള വീഡിയോ ഒന്നും കിട്ടില്ല. അതിനുവേണ്ടി നമ്മൾ പലപ്പോഴും ഇതുപോലുള്ള ഗിംബലുകൾ, മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന ഗിംബലുകൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ DJI ഓസ്മോൻ്റെ ആയാലും അതുപോലെ MOZA മിനീൻ്റെ ഒക്കെ ആയാലും മിനിയേഴ്സിൻ്റെ ഒക്കെ ഞാൻ പലതിനും റിവ്യൂ ഒക്കെ ഇട്ടിരുന്നു. അപ്പോൾ നമുക്ക് അത് വെച്ച് നോക്കുകയാണെങ്കിൽ പലരും ചോദിക്കാറുണ്ട്, നമുക്ക് ഏത് ഗിംബലാണ് നമുക്ക് വാങ്ങാനുള്ളത്, ഒരു കമ്പാരിസന് വേണ്ടിയിട്ട് പലപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ള രണ്ട് ഗിംബൽ ഓസ്മോ മൊബൈൽ 3യും MOZA മിനി എക്സും ആണ്. ഇത് രണ്ടും ചൂസ് ചെയ്യാനുള്ള കാരണം എന്താ വെച്ചാൽ ഇത് രണ്ടും എനിക്ക് നല്ല റിസൾട്ട് തന്നിട്ടുള്ള ഒരു ഗിംബലുകളാണ്. ഇത് രണ്ടും ഏകദേശം ഇതിപ്പോൾ ഒരു 3 മാസമായി യൂസ് ചെയ്യുന്നു, 3 മാസത്തിൽ കൂടുതലായി. ഇതിപ്പോൾ ഒരു മാസത്തോളമായിട്ട് MOZA മിനി MXും യൂസ് ചെയ്യുന്നുണ്ട്. ishoot photography. ഇപ്പോൾ ഓസ്മോ മൊബൈൽ 3 ആണെങ്കിൽ നമുക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് പോക്കറ്റിലിട്ട് കൊണ്ടുനടക്കാൻ പറ്റും. ഇപ്പോൾ ഇതാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഫോൾഡ് ചെയ്തിട്ട് തന്നെ നമുക്ക് കൊണ്ടുനടക്കാൻ പറ്റും. കണ്ടോ? അപ്പോൾ ഇത് ഇത്രയും നമുക്ക് ഈസി ആയിട്ട് ഫോൾഡ് ചെയ്യാം, അതുപോലെ ഇതും ഫോൾഡ് ചെയ്യാം. അപ്പോൾ രണ്ടും നമുക്ക് ചെറിയ സ്പേസേ വേണ്ടുള്ളൂ നമുക്ക് കൊണ്ടുനടക്കാനായിട്ട്. അപ്പോൾ ആദ്യം നമുക്ക് രണ്ടിൻ്റെ ബാറ്ററി ബാക്കപ്പ് ടൈം നോക്കാം. ഓസ്മോക്ക് നമുക്ക് 15 മണിക്കൂർ ഒരു ഫുൾ ചാർജിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും വിത്ത് മൊബൈൽ. ഇതാണെങ്കിൽ നമുക്ക് 20 മണിക്കൂർ നമുക്ക് ഒരു ചാർജിൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് കുറച്ച് മികച്ച് നിൽക്കുകയാണ്. നമ്മൾ ബാറ്ററിയുടെ ബാക്കപ്പ് നോക്കുമ്പോൾ ബാറ്ററി ബാക്കപ്പിൽ കുറച്ച് നേരം മികച്ചിരിക്കുകയാണ്. അതുപോലെ രണ്ടിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മൊബൈൽ ഫോണിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരേ സൈസ് തന്നെയാണ് രണ്ടിലും വരെങ്കിലും വെയിറ്റ് കൂടുതൽ എടുക്കുക മോശമാണ്. ഇതിൽ 280 ഗ്രാമുള്ള നമുക്കറിയാം പുതിയ വലിയ ബാറ്ററി ഒക്കെ വെച്ചിട്ടാണ് പുതിയ പല മൊബൈൽ ഫോണുകൾ ഇറങ്ങുന്നത്. അപ്പോൾ 280 ഗ്രാം വരെയുള്ളത് നമുക്ക് ഇതിൽ യൂസ് ചെയ്യാം. ഇതിൽ നമുക്ക് 230 ഗ്രാമാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക. അപ്പോൾ കൂടുതൽ ഹെവി ആയിട്ടുള്ള ഫോണുകൾ നമുക്ക് മോസയിൽ യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ നമുക്ക് DJI ഓസ്മോയിലും നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഇതാ ഓസ്മോ മൊബൈൽ 3 ആണ് കുറച്ചും കൂടെ മികച്ച് നിൽക്കുന്നത്. ഞാൻ ഓസ്മോ മൊബൈൽ 4 എടുക്കാത്ത കാരണം ഓസ്മോ മൊബൈൽ 4ന് പ്രൈസ് കൂടുതലാണ്. ഇപ്പോൾ 4 ഇറങ്ങിയ കാരണം 3 നമുക്ക് പ്രൈസ് കുറവാണ്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ കമ്പാരിസൺ ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരേ പ്രൈസ് ആണെങ്കിലും ഓസ്മോക്ക് തന്നെയാണ് പ്രൈസ് വൈസ് കൂടുതൽ ഓസ്മോ 3ക്ക് തന്നെയാണ് നിൽക്കുന്നതെങ്കിലും ഇത് കമ്പാരിസൺ ചെയ്യുമ്പോൾ ഏകദേശം ഒരേ പ്രൈസ് ആയതുകൊണ്ടാണ് ഇത് രണ്ടും എടുക്കാൻ കാരണം. അപ്പോൾ ബിൽഡ് ക്വാളിറ്റിയിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്, ബിൽഡ് ക്വാളിറ്റി മൊത്തത്തിൽ നമുക്ക് ഇതിൻ്റെ ഒരു എന്താ പറയുക, എഡ്ജും അതിൻ്റെ ബട്ടണുകൾ, ഇപ്പോൾ ബട്ടണുകളൊക്കെ യൂസ് ചെയ്ത് നോക്കിയാൽ അറിയാൻ പറ്റും. ഈ രണ്ട് ബട്ടണുകൾ യൂസ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് DJI ആണ് കുറച്ചും കൂടെ ബിൽഡ് ക്വാളിറ്റി. അതുപോലെ ഈ DJIക്ക് നമുക്ക് ഇവിടെ ഒരു റബ്ബറിൻ്റെ ഗ്രിപ്പൊക്കെ വരണം, നല്ല റബ്ബറിൻ്റെ ക്വാളിറ്റി ഉള്ളൊരു ഗ്രിപ്പൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഹോൾഡ് ചെയ്യുമ്പോഴൊക്കെ നല്ല സുഖമായിട്ട് ഹോൾഡ് ചെയ്യാൻ പറ്റും. ഇതിൽ റബ്ബർ ഗ്രിപ്പല്ല, പ്ലാസ്റ്റിക്കിൽ തന്നെയുള്ളൊരു ഗ്രിപ്പാണ്. അപ്പോൾ മൊത്തത്തിൽ ബിൽഡ് ക്വാളിറ്റി നോക്കുകയാണെങ്കിൽ ഓസ്മോ മൊബൈൽ 3 ആണ് എനിക്ക് തോന്നുന്നു ലോങ് ലാസ്റ്റിംഗ് ഉപയോഗിക്കാൻ പറ്റിയൊരു സാധനമായിട്ട് തോന്നിയത്. പിന്നെ നമുക്ക് ഓസ്മോ മൊബൈൽ 3 വാങ്ങുമ്പോൾ നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു സാധാരണ പൗച്ച് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. ഇതിനേക്കാളും കൂടുതൽ പ്രൈസ് ഇതിന് കൊടുക്കണമെന്നുണ്ടെങ്കിലും ഒരു പൗച്ച് മാത്രമേ കിട്ടുള്ളൂ. ഇതിന് നമുക്കൊരു ട്രൈപ്പോഡൊക്കെ, ഇതുപോലത്തെ ഒരു ട്രൈപ്പോഡൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ പൈസ കൊടുത്തിട്ട് വേണം ഓസ്മോ 3യിൽ നമുക്ക് ട്രൈപ്പോഡ് മേടിക്കാൻ. പക്ഷേ ഇതിലാണെങ്കിൽ നമുക്ക് ട്രൈപ്പോഡ് നമുക്ക് ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. ആ പാക്കിൽ തന്നെ ട്രൈപ്പോഡും പൗച്ചൊക്കെ പാക്കിൽ തന്നെ വരുന്നതുകൊണ്ട് നമുക്കൊരു കാര്യം പാക്കിൽ തന്നെ വരുന്നതുകൊണ്ട് നമുക്ക് അതേ പ്രൈസിന് തന്നെ വേറെ എക്സ്ട്രാ പിന്നെ ഒരു 1000-1500 കൊടുത്തിട്ട് ട്രൈപ്പോഡിൻ്റെ പാക്കറ്റോ അല്ലെങ്കിൽ ട്രൈപ്പോഡോ വാങ്ങേണ്ട കാര്യമില്ലാത്ത തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇതിൻ്റെ ഷേപ്പ് കുറച്ചും കൂടി നല്ല രീതിയിലാണ്. നമുക്ക് ഇങ്ങനെയൊക്കെ പിടിച്ചിട്ട് നമുക്ക് ചെറിയ മൈന്യൂട്ടായിട്ടുള്ള സാധനങ്ങളൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മൾ സെൽഫ് വ്ളോഗിങ് സമയത്ത് നമുക്ക് ഇങ്ങനെ പിടിക്കുന്നതിന് പകരം ഇതിലാണെങ്കിൽ കുറച്ചും കൂടി ദൂരത്ത് നമുക്കൊരു സുഖമായിട്ടൊക്കെ സെൽഫായിട്ട് ഒരു ഗസ്റ്ററൊക്കെ കാണിച്ചിട്ട് നമുക്ക് വ്ളോഗ് ചെയ്ത് പോകാൻ പറ്റും. അതിനൊക്കെ പറ്റിയ രീതിയിലാണ് ഇതിൻ്റെ ഷേപ്പ്. മാത്രമല്ല ഇതിൻ്റെ ട്രൈപ്പോഡ് ഫിറ്റ് ചെയ്യുന്നത് ഏകദേശം ഒരു മിഡിലാണ്. ഇവിടെയാണ് നമുക്ക് ഇതിൻ്റെ ട്രൈപ്പോഡ് ഫിറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സെൽഫായിട്ടൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത്, അതായത് ഫോളോ മോഡിലൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ മുകളിൽ കിടന്നിട്ട് ക്യാമറ ഇങ്ങനെ കറങ്ങുന്ന സമയത്ത് നമുക്ക് മറിഞ്ഞ് ചാടാത്ത എടുക്കാൻ പറ്റും. ഇതാണെങ്കിൽ മറിഞ്ഞ് വീഴുമെന്നൊരു പേടിയുണ്ടാവും, കാരണം ഇതിൻ്റെ താഴെയാണ് വീണ്ടും ട്രൈപ്പോഡ് കൊടുത്തുള്ളത്. അപ്പോൾ ട്രൈപ്പോഡ് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഉയരത്തിൽ ഇങ്ങനെ ഇരിക്കുക ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ട്രൈപ്പോഡിന് മുകളിൽ ഇതിങ്ങനെ വർക്ക് ചെയ്യും, എത്ര ഉയരത്തിൽ ഇരുന്നിട്ടാണ് സാധനം വർക്ക് ചെയ്യുക. അപ്പോൾ ഹെവി ആയിട്ടുള്ള ഫോണൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ പൊങ്ങും താഴൊക്കെ ചെയ്യുന്ന സമയത്ത് വീഴാനുള്ള സാധ്യത DJI ഓസ്മോ കൂടുതലാണ്. ഇത് കുറച്ചും കൂടി സ്റ്റേബിളായിട്ട് നമുക്ക് കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിലും MOZA മിനി MX ആണ് കുറച്ചും കൂടെ മുന്നിട്ട് നിൽക്കുന്നത്. ഓസ്മോ ആണെങ്കിൽ നമുക്ക് അത്ര സ്റ്റെബിലിറ്റി കിട്ടില്ല. ഇപ്പോൾ പ്രൈസ് വൈസ് നോക്കുകയാണെങ്കിൽ ഇതിന് നമുക്കിപ്പോൾ നമുക്ക് പല സൈറ്റിലും പല വിലകളൊക്കെ കാണാനുണ്ട്.
അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇത് $89 മിനി MX നമ്മൾ കണ്ടത്. ഡോളറിൽ പറയുകയാണെങ്കിൽ ഇതിന് നമുക്ക് $111-110 കണ്ടിരുന്നു. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഓസ്മോ തന്നെയാണ് പ്രൈസ് കൂടുതൽ. ഇത് നമുക്ക് കമ്പാരിറ്റീവ്ലി പ്രൈസ് കുറവാണ്, എന്നാൽ കുഴപ്പമില്ലാത്ത രീതിയിൽ യൂസ് ചെയ്യാനും പറ്റും. പിന്നെ കാര്യമായിട്ട് ഞാൻ സ്വന്തമായിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ജസ്റ്റർ മോഡൊക്കെ ഓണാക്കി ഫോളോ മോഡൊക്കെ ഓണാക്കിയിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ നമ്മൾ ഒറ്റക്കാണെങ്കിൽ നമ്മളെ കൂടെ ഇങ്ങനെ മൊബൈലിൽ നമ്മളിപ്പോൾ ഐഫോണിലൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ മൊബൈൽ വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ പിന്തുടരുകയും ചെയ്യും, റെക്കോർഡും ചെയ്യും. അപ്പോൾ നമ്മൾ ജസ്റ്റർ മോഡുകൾ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ, കൈകൊണ്ട് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ റെക്കോർഡ് ഓണാവും റെക്കോർഡ് ഓഫാക്കും ചെയ്യാനുള്ള സംവിധാനം രണ്ടിലുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും നല്ല സംവിധാനമായിട്ട് എനിക്ക് തോന്നിയത് മോസ മിനി MX-ലാണ്. ഇതിലാണെങ്കിൽ എന്താ പ്രശ്നം വെച്ചാൽ ഞാൻ പിന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ട് എന്തെങ്കിലും ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ കാണിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കായിട്ട് ജസ്റ്ററാണെന്ന് വിചാരിച്ചിട്ട് വീഡിയോ കട്ടാവും. പിന്നെ വീണ്ടും ഞാൻ രണ്ടാമത് സ്റ്റാർട്ട് ചെയ്ത് വീണ്ടും എപ്പോൾ കൈ ഇങ്ങനെ ആക്കി അപ്പോഴൊക്കെ കട്ടായി പോകുന്ന ഒരു പ്രശ്നം ഈ DJI OSMOയിലുണ്ട്. പക്ഷേ ഇതിലാണെങ്കിൽ അതില്ല. അതൊന്നും നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ മൊബൈൽ DJI ആപ്പുമായിട്ട് ഇവിടെ കണക്ട് ചെയ്തു, DJI മിമോ ആപ്പുമായിട്ട് കണക്ട് ചെയ്ത് ഇനിയിപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇതിലെ ജസ്റ്റർ മോഡ് ഞാൻ ഓണാക്കി. ജസ്റ്റർ മോഡ് ഓണാക്കി കഴിഞ്ഞതിന് ശേഷം ഇനി ഞാൻ കേട്ടോ ഇപ്പോൾ ഞാൻ അങ്ങനെ പിടിച്ചിട്ട് ജസ്റ്റർ മോഡ് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്തു. യെസ്, ഇപ്പോൾ റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ഈ റെക്കോർഡിങ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് വേറൊരു ഗുണം എന്ന് വെച്ചാൽ എന്നെ ഫോളോ ചെയ്യും. ഒറ്റയടിക്ക് എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്, കണ്ടോ, റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ഫോളോ ചെയ്യണമൊക്കെ ഉണ്ട്. അപ്പോൾ ജസ്റ്റർ മോഡ് വിത്ത് ഫോളോ മോഡ് ഇപ്പോൾ നന്നായിട്ട് ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഞാനൊരു കാര്യം സംസാരിക്കുന്ന സമയത്ത് എനിക്ക് ഏറ്റവും വലിയ ഇഷ്യൂ ഉണ്ടായിട്ടുള്ളത്, ഞാൻ വയനാട്ടിൽ നിന്ന് പിന്നെ ടെലോനൊക്കെ ഇതിൽ ചെയ്ത സമയത്ത് ഞാൻ എന്തെങ്കിലും ഒരു കാര്യം ഇങ്ങനെ പറയുന്ന സമയത്ത് റെക്കോർഡിങ് ഓഫായി. അപ്പോൾ നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ പലപ്പോഴും നമ്മൾ കൈകൊണ്ട് ഇങ്ങനെയൊക്കെ കാണിക്കേണ്ടി വരും. അപ്പോൾ ഇതാണ് എന്നൊക്കെ കാണിക്കുന്ന സമയത്ത് റെക്കോർഡിങ് ഓഫായി. അപ്പോൾ റെക്കോർഡിങ് വീണ്ടും തുടങ്ങണമെങ്കിൽ ഞാൻ വീണ്ടും കൈ പിടിക്കണം. വീണ്ടും കൈ പിടിച്ചിട്ട് റെക്കോർഡിങ് വീണ്ടും തുടങ്ങുന്നു. എന്നിട്ട് ഞാൻ പിന്നെ വീണ്ടും സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ നമ്മൾ ഇങ്ങനെയാണ് ചെയ്യാൻ നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും റെക്കോർഡിങ് ഓഫായി. അപ്പോൾ എനിക്ക് ജസ്റ്റർ മോഡ് ഫോളോ മോഡൊക്കെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലായിരുന്നു എനിക്ക് DJIയിൽ എനിക്ക് കിട്ടിയത്. ഞാൻ നേരെ മറിച്ച് അത് മോസയിൽ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ എങ്ങനെ നമുക്ക് നോക്കാം. അതെ, ഇനി നമുക്ക് അത് തന്നെ മോസയിൽ ഒന്ന് വർക്ക് ചെയ്ത് നോക്കാം. ചെറുതായിട്ടൊന്ന് ബാലൻസ് ചെയ്തു. മോസ ഞാൻ ഓൺ ചെയ്തു. മോസ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ മോസയുടെ ആപ്പ് നമുക്കിവിടെ മോസ ജിനി എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പിലാണ് നമ്മളിത് വർക്ക് ചെയ്യുന്നത്. മോസയുടെ ജിനി എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പിൽ മോസയുടെ ജിനി എന്ന് പറഞ്ഞ ആപ്പ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഇതിൽ നമുക്ക് ജസ്റ്റർ മോഡ് വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ജസ്റ്റർ മോഡ് ഓണാക്കി. ജസ്റ്റർ മോഡ് ഇപ്പോൾ ഞാൻ ഓണാക്കി വെച്ചിട്ടുണ്ട്. ജസ്റ്റർ മോഡ് ഓണാക്കി ഇതിൽ നമുക്ക് റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് ചെയ്യേണ്ടത് ഇങ്ങനെ ഒരു V കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ആണോ, ഇപ്പോൾ ജസ്റ്റർ മോഡ് ഓൺ ചെയ്ത് ഞാൻ V എന്ന് കാണിച്ചു കൊടുക്കുന്ന സമയത്ത് ജസ്റ്റർ മോഡ് സ്റ്റാർട്ടായി. ഇപ്പോൾ റെക്കോർഡിങ് തുടങ്ങി. പക്ഷേ ഇതിൻ്റെ പ്രശ്നം ചെയ്ത് തന്നെ ഫോളോ ചെയ്യില്ല. പക്ഷേ റെക്കോർഡിങ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഇനി ഞാൻ എനിക്കിങ്ങനെയൊക്കെ പറയാം, അങ്ങനെയാണിത് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാലൊന്നും ഓഫ് ആവില്ല. റെക്കോർഡിങ് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കും. കണ്ട, മുഷ്ടി ചുരുട്ടുന്ന പോലെ കാണിച്ചു കൊടുത്താൽ മാത്രമേ ഓഫ് ആവുള്ളൂ, ഫോളോ ചെയ്യില്ല. അപ്പോൾ എനിക്ക് ഫോളോയും ഇതും കൂടെ ചെയ്യണമെങ്കിൽ ഞാൻ ഫോളോ എന്നുള്ള സാധനം ഞാൻ വേറെ ആദ്യം ഓപ്പൺ ചെയ്യണം. ഫോളോക്ക് നമുക്ക് വേറെ ബട്ടനാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, ഫോളോ ഓൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്നുകിൽ എൻ്റെ കൂടെയുള്ള ആരെങ്കിലും അല്ലെങ്കിൽ ആരെക്കൊണ്ട് വരപ്പിക്കണം, അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം വെച്ചാൽ ഫോളോ ചെയ്യാൻ എൻ്റെ ഫേസ് കണ്ണോടത്തൊന്ന് വരക്കണം. ഓക്കെ അല്ല ആയില്ലതാ ആയി. അപ്പോൾ ഞാനാദ്യം ബാക്കിൽ നിന്ന് ഫോളോ എൻ്റെ ഫേസ് ഫോളോ ചെയ്യുന്ന പോലെ ഒരു മാർക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം എനിക്ക് എന്ത് ചെയ്യാം, ജസ്റ്റർ മോഡിൽ V ഒക്കെ കാണിച്ചു കൊടുക്കാം. തുടങ്ങിയ ഇപ്പോൾ റെക്കോർഡിങ്ങാ അല്ല. അപ്പോൾ ഇങ്ങനെ റെക്കോർഡിങ് പറയുന്ന സമയത്ത് എന്നെ ഫോളോ ചെയ്താലും എനിക്ക് എങ്ങനെ പറയുകയൊക്കെ ചെയ്യാം, അതല്ല ഇങ്ങനെ ചെയ്യേണ്ടെന്നൊക്കെ അതൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അപ്പോൾ എനിക്ക് അവസാനം വരെ എൻ്റെ വീഡിയോ കഴിയുന്നത് വരെ എനിക്കിതുപോലെ ഷൂട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഞാൻ കൈ കൊണ്ട് ഇങ്ങനെയൊന്നും കാണിച്ച് വിചാരിച്ചിട്ട് ഓഫ് ആവില്ല. അപ്പോൾ ഈ ഒരു ജസ്റ്റർ മോഡിൽ ഈ ഒരു സംഭവം എനിക്ക് ഈ മോസയുടെ ആപ്പിൽ ഇഷ്ടപ്പെട്ടു. പിന്നെ എനിക്ക് എപ്പോഴാണോ റെക്കോർഡിങ് ഓഫ് ആക്കേണ്ടത് വെച്ചാൽ കൈ ഇങ്ങനെ മുഷ്ടി ചുരുട്ടി കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഓഫ് ആവുകയും ചെയ്യും, എനിക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എനിക്ക് യൂസ്ഫുൾ ആയി തോന്നിയത് മോസയുടെ ജസ്റ്റർ മോഡാണ്. പിന്നെ ഓസ്മോൻ്റെ ജസ്റ്റർ മോഡിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ അത്
പിന്നെ പെട്ടെന്ന് ഞാൻ എന്തെങ്കിലും കൈയുടെ വെള്ളം കണ്ടു കഴിഞ്ഞാൽ ഓഫാവും. അങ്ങനത്തെ ഒരു പ്രശ്നമാണ് അതിൻ്റെ ആപ്പിൽ എനിക്ക് കണ്ടത്. സാധാരണ ഗിംബിൾ പോലെ യൂസ് ചെയ്താൽ മതി. ക്വാളിറ്റിയാണ് നിങ്ങൾ നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് DJI OSMO ആയിരിക്കും നല്ലത്. അതല്ല നിങ്ങൾക്ക് കുറച്ചും കൂടി ഓപ്ഷൻസ്, ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ കുറച്ചും കൂടി ഹെവി ഫോണൊക്കെയാണ് നിങ്ങളുടെ കയ്യിൽ ഇതിലിപ്പോൾ നമുക്ക് 230 ഗ്രാം മാക്സിമം പോകുള്ളൂ, 280 ഗ്രാമൊക്കെ ഉള്ള ഫോണാണ് നിങ്ങളുടെ കയ്യിൽ, ഇതുപോലെ ജസ്റ്റർ മോഡൊക്കെ യൂസ് ചെയ്യണം എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബാറ്ററി ബാക്കപ്പ് കൂടുതൽ കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മോസയിലേക്ക് പോവുകയും ചെയ്യാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഓസ്മോ ആയാലും മോസ ആയാലും നമ്മൾ ഓൺലൈനിൽ പല സൈറ്റുകളിൽ പോയിട്ട് വാങ്ങുമ്പോൾ നമുക്ക് ചിലപ്പോൾ ആ ശരിക്കുള്ള ഗ്യാരണ്ടിയോ വാറണ്ടിയോ അല്ലെങ്കിൽ നല്ല പ്രൊഡക്റ്റ് ഒന്നും കിട്ടിക്കോളാൻ നിർബന്ധമില്ല. ഈ മോസൊക്കെ നമ്മൾ ഷോപ്പിൽ പോയിട്ടാണ് വാങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്കതിൻ്റെ ഗ്യാരണ്ടി കാർഡും വാറണ്ടി കാർഡൊക്കെ കിട്ടും. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് റീപ്ലേസ്മെൻറ്റ് വരെ നമുക്ക് ഷോപ്പിൽ നിന്ന് നന്നായിട്ട് കിട്ടും. അപ്പോൾ കുറച്ച് പൈസ ആദ്യം ലാഭം നോക്കിയിട്ട് നമ്മൾ ഓൺലൈനിൽ ഏറ്റവും കുറവുള്ള സൈറ്റിൽ പോയി വാങ്ങിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ചിലപ്പോൾ ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാവും. ഏറ്റവും ബെസ്റ്റ് നമ്മളെ അടുത്തുള്ള ഷോപ്പുകൾ സന്ദർശിച്ചിട്ട് ഷോപ്പിൽ നിന്ന് വാങ്ങുമായിരിക്കും ബെസ്റ്റ്. നമുക്ക് സർവീസും അതുപോലെ റീപ്ലേസ്മെൻ്റ് ഒക്കെ കിട്ടണമെങ്കിൽ ഷോപ്പ് തന്നെയാണ് ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അപ്പോൾ ഫോട്ടോഗ്രാഫിയുടെയും ലൈറ്റിങ്ങിൻ്റെയൊക്കെ ക്ലാസ് പലയിടത്തും നടക്കുന്നുണ്ട്. അപ്പോൾ ഈ നമ്പറിൽ നിങ്ങൾ പിന്നെ വാട്സപ്പ് ചെയ്യുക, വിളിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടും. അപ്പോൾ ലൈറ്റിങ്ങിൻ്റെയും ഫോട്ടോഗ്രാഫിൻ്റെയും ക്ലാസ്സിനൊക്കെ നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മീ.